ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പിന്നെ ഒരു പെട്ടിപ്പൊട്ടിക്കൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് നല്ല സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ബാലിയിലാണ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാലിയിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോപ്പിംഗ് വളരെ കുറച്ച് ചെയ്തുള്ളൂ, എന്നാലും കുറേ സോവനിയേഴ്സൊക്കെയാണ് കൂടുതലും വാങ്ങിയത്. ഫ്രണ്ട്സിന് കൊടുക്കാനും വീട്ടിൽ കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് സോവനിയേഴ്സാണ് കൂടുതലും വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പോയി വന്നിട്ട് തന്നെ ഓൾമോസ്റ്റ് 2 വീക്സ് കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇപ്പോൾ ശരിക്കും ഓർമ്മയില്ല എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് ഇത് ഞാൻ വാങ്ങിയായിരുന്നു എന്ന് ചിലപ്പോൾ അത്ഭുതപ്പെടുമായിരിക്കും. എന്തായാലും നമുക്ക് പെട്ടി തുറന്ന് നോക്കാം എന്താണുള്ളതെന്ന്. ഓക്കെ, ഇങ്ങോട്ട് വയ്ക്കട്ടെ. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് വാങ്ങിയൊരു സാധനമാണ് ഏറ്റവും ആദ്യം ഇരിക്കുന്നത്. ഇതാണ് ഞാൻ ബാലിയിൽ നിന്ന് ഏറ്റവും ലാസ്റ്റായിട്ട് വാങ്ങിയൊരു സാധനം. അതായത് ഞങ്ങൾ പോകുന്നതിന് തിരിച്ചിങ്ങോട്ട് വരുന്നതിന് ഒരു 2 ദിവസം മുന്നേ കണ്ട് ഞാൻ ഈ ബാഗ് വാങ്ങിയതാണ്. ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തത് അവിടെ എത്തുമ്പോൾ തന്നെ വാങ്ങണം എന്നൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ ആദ്യം പോയത് ഉബുദിൽ പിന്നെ നമുക്ക് ഈ ബീച്ചിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ വാങ്ങേണ്ടി വന്നില്ല. പിന്നെ ലേറ്റായി ഓരോ സ്ഥലത്ത് കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ട് ഏറ്റവും ലാസ്റ്റ് വാങ്ങിയൊരു സാധനമാണ് ഇത് ആക്ച്വലി നമ്മൾ മറ്റേ ബീച്ചിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന തരം ഒരു ബാഗാണ്. ഇതിന് നമുക്ക് എത്രയായിരുന്നു ഓൾമോസ്റ്റ് ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. എൻ്റെ സ്ഥിരമായിട്ടോ ഞാനിങ്ങനത്തെ ടീ സാഷസ് എല്ലാം ഞാൻ എടുത്തിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് ടീയും കോഫീസും ആണെന്ന് തോന്നുന്നു. അതവിടെ ഇരുന്നോട്ടെ. ഇതൊന്നുമില്ല, ഒറ്റ അറയേ ഒറ്റ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പോക്കറ്റും മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുറച്ച് കളർഫുള്ളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബീച്ച് തീം ബാഗ് മേടിച്ചത്. ഇനി അടുത്ത ബീച്ച് ഡെസ്റ്റിനേഷൻ പോകുമ്പോൾ യൂസ് ചെയ്യാം. കാരണം ബാലിയിൽ എനിക്കതങ്ങനെ യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇത് പിന്നെ എൻ്റെ കുറേ ആക്രി സാധനങ്ങൾ, ബോർഡിംഗ് പാസും പിന്നെ അവിടുത്തെ കുറേ ടിഷ്യൂവും അങ്ങനെ അവിടുത്തെ ബാലിയുടെ ഓർമ്മയ്ക്കായിട്ട് എടുത്ത കുറച്ച് സാധനങ്ങൾ. ഇപ്പം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയല്ലോ, ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയില്ലേ, സോവനിയർ ബോക്സ്. അതിനകത്ത് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വേറൊന്നുമില്ല, കുറേ ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അത്രയേ ഉള്ളൂ. പേപ്പേഴ്സ് ഇതും ഇവിടെ ഇരുന്നോട്ടെ. ഇനി ഇവിടെയാണ് ഞാൻ എല്ലാം എടുത്ത് വെച്ചത്. ഞാൻ വന്ന ഉടനെ തന്നെ അൺപാക്ക് ചെയ്ത് അലക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അലക്കി വെച്ചു. പിന്നെ ഞാൻ ഗിഫ്റ്റ് സാധനങ്ങൾ, അതായത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ ഈ പെട്ടിയിലാക്കിയിട്ട് അന്ന് അടച്ചു വെച്ചതാണ്. പിന്നെ ഇന്നാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് തന്നെ. ആദ്യത്തെ ഐറ്റം ടീ. ഞാൻ എവിടെ പോയാലും ഇപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടീൻ്റെ ഒരു ബോക്സ് വാങ്ങാൻ നോക്കും. കാരണം ബാലിയിലെ ടീയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എന്താ ചില പൂവിൻ്റെയൊക്കെ ഫ്രാഗ്രൻസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫ്ലേവർ, എനിക്ക് ആ ഫ്ലേവർ ആണെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഒരു ടീ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൃഷ്ണ മാർട്ട് ഏറ്റവും ലാസ്റ്റ് ഡേ ഞങ്ങൾ സെമിനിയാക്ക് ലാസ്റ്റിന് മുന്നത്തെ ദിവസം സെമിനിയാക്ക് പോകുന്ന വഴിക്കായിരുന്നു ഈ കൃഷ്ണ മാർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വെറുതെ ഞങ്ങളിങ്ങനെ മാപ്പിൽ ഞാൻ ഓർത്ത സമയത്ത് മാപ്പിൽ നോക്കിയപ്പോൾ ഞങ്ങൾ പോകുന്ന റൂട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് മാറിയാൽ കൃഷ്ണ മാർട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം തന്നെ റീറൂട്ട് ചെയ്ത് കൃഷ്ണ മാർട്ടിൽ കയറി. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 2-3 hours അവിടെ തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തെന്നുണ്ട്. ഓൾമോസ്റ്റ് കൂടുതൽ സാധനങ്ങളും വാങ്ങിയത് കൃഷ്ണ മാർട്ടിൽ നിന്ന്. ഭയങ്കര അഫോർഡബിൾ ആണ്. പക്ഷേ ആ സാധനങ്ങളൊക്കെ അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് സോവനിയേഴ്സൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടുവരാൻ നല്ലതാണ്. അപ്പോൾ ഇതും എനിക്കൊന്ന് കൃഷ്ണ മാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയത്. ഇത് മറ്റേ സാൻഡലിൻ്റെ ഒരു ബോക്സ്, പല ഫ്രേഗ്രൻസിലുള്ള സാൻഡലിൻ്റെ ഒരു ബോക്സ്. പിന്നെ ഇതിലൊരു ചെറിയ നമുക്ക് ഇതിങ്ങനെ സാൻഡൽ അല്ലല്ലോ, ഇതിനെന്താ പറയുക, ചന്ദനത്തിരി, സാൻഡലല്ല. സാൻഡൽ ഫ്രേഗ്രൻസിൻ്റെ പേരാണ്. സാൻഡൽവുഡ് ഉണ്ട്, ലാവൻഡർ ഉണ്ട്, ചെമ്പക, ലോട്ടസ്, അങ്ങനെ 4 ഫ്ലേവർ ഫ്രാഗ്രൻസ് വരുന്ന ചന്ദനത്തിരിയുടെ ഒരു പാക്ക്. അതിൽ തന്നെ ഒരു കുഞ്ഞ് കൈയുണ്ട്. അവിടെ കുറേ ഈ കൈയിന് പകരം ബുദ്ധ, പല ഷേപ്പിലുള്ള സാധനങ്ങൾ, സെറാമിക് വരുന്ന ബോക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൈയാണ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കൈയിൻ്റെ ഒരു ബോക്സ് എടുത്തു. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങി. പിന്നെ ഇത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ നോക്കി നടന്ന് വാങ്ങിയൊരു സാധനം. തീർത്ഥായമ്പോൾ പോയപ്പോൾ വാങ്ങിയത്. എനിക്ക് ഈ ലോട്ടസൊക്കെ ഭയങ്കര ഇഷ്ടം, ലോട്ടസിൻ്റെ. അപ്പോൾ ഇത് കണ്ടപ്പോഴെന്നല്ല, ഞാൻ കുറേ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ നോക്കുമല്ലോ ബാലിയിലൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ കണ്ടിട്ട് ഞാൻ നോക്കി നടന്ന് വാങ്ങിയൊരു സാധനം ഇത്.
നല്ല ഭംഗിയില്ലേ, ഒരു ഡ്രീം ക്യാച്ചർ, ഒരു ലോട്ടസ്. ഇത് ബാംബു, ഇതാണ് ബാംബു തന്നെയാണ്. ഇത് നമ്മളുടെ മാക്രമേ അതിൻ്റെ വരുന്നത്. ശരിക്കും ഞാൻ നല്ലോണം ബാർഗെയിൻ ചെയ്ത്, എൻ്റെ സ്കില്ലൊക്കെ ഞാൻ പിന്നെ ചിരിച്ച് കളിച്ച്, എനിക്ക് അറിയത്തില്ല ബാർഗെയിൻ ചെയ്യാൻ. പിന്നെ ആ ചേച്ചി ഞാനും ഭയങ്കര കമ്പനിയായി. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തു. ആ ചേച്ചി പറയും എൻ്റെ സ്മൈൽ നന്നായിട്ടുണ്ട്, അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ സ്മൈൽ നന്നായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അവസാനം അവരെനിക്ക് 150 രൂപയ്ക്ക് തന്നു. അല്ലാണ്ട് എനിക്കങ്ങനെ ബാർഗെയിൻ ചെയ്യാനുള്ള സ്കില്ലൊന്നുമില്ല. അപ്പം അവരാക്ച്വലി ബാർഗെയിൻ മീൻസ് കുറച്ചില്ലെങ്കിലും ചിലപ്പോൾ ഞാനത് വാങ്ങിയേനെ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇട്ട് നോക്കി, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ട് നോക്കിയിട്ട് വാങ്ങിയതാണ്. എനിക്കൊന്ന് 150K അതിന് അത്രയായിന്ന് തോന്നും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ലുവാക് കോഫി. അപ്പം ഞങ്ങൾ ഒരു ഷോപ്പിൽ, ഒരു കഫേയിൽ ആക്ച്വലി ഇങ്ങനെ കയറി, പക്ഷെ അവരത് ക്ലോസ് ചെയ്തു. ലുവാക് കോഫി എനിക്ക് അവിടെ നിന്ന് കുടിക്കണമെന്ന് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു സ്ഥലം, ഏതോ ഒരു പ്ലേസ് കറങ്ങി കാണാൻ പോയതാണ്. അവിടെ പോയിട്ട് അവിടെ തന്നെ ഉള്ളൊരു കഫേയിൽ ഞങ്ങളിങ്ങനെ കയറിയപ്പോൾ അവർ പറഞ്ഞു ക്ലോസ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കാനും പറ്റിയില്ല, അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പം കൃഷ്ണ മാർട്ടിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ലുവാക്കിൻ്റെ കോഫി ലുവാക്ക്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ വിചാരിച്ചു ഫ്രണ്ട്സ് എല്ലാവരും വരുമ്പോൾ അത് എല്ലാവർക്കും കൂടി ആയിട്ട് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതും കൃഷ്ണ മാർട്ടിൻ്റെ പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പോൾ കുറേ കണ്ടായിരുന്നു, ഓർമ്മയുണ്ട? എനിക്കൊന്ന് വീണ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ വേറൊരു മോഡല് ഷെല്ലാണ്. ഇത് ഷെല്ലാണ്. ഇത് വന്നിട്ട് വുഡിൻ്റെ. ഇത് കൃഷ്ണമാട്ടിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. വുഡിൻ്റെ ക്രാഫ്റ്റ് വർക്ക് വരുന്ന കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. രാഹുൽ ഒരു പറക്കുന്ന പരുന്ത്, ഈ പറക്കുന്ന 2 ചിറകുള്ള പരുന്തിനെ നമ്മൾ എങ്ങനെ മറ്റേ ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുവരാനാ? ഒരു വിധത്തിൽ നല്ല വിലക്കുറവായിരുന്നു. അങ്ങനത്തെ വുഡിൻ്റെ വർക്കെല്ലാം നല്ല വിലക്കുറവായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരുവിധം പറഞ്ഞ് ഒഴിവാക്കിയതാണ്. വേണ്ട, ഞാൻ മറ്റേ ഒന്നിങ്ങനെ കണ്ണടച്ചിരുന്നെങ്കിൽ രാഹുൽ അതും പാക്ക് ചെയ്ത് കൊണ്ടുവന്നേനെ. അപ്പം ഞാൻ ഈ സാധനം മേടിച്ചു. ഇത് നമുക്ക് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെറുതെ വെക്കാം. പിന്നെ ഇത് കൃഷ്ണമാട്ടിൻ്റെ കവർ, അതാ ഞാൻ പിന്നെ ലാസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ. ഇത് എല്ലാവർക്കും സോവിനിയേഴ്സ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നാൽ മേടിക്കാമെന്ന് പറഞ്ഞ് കൃഷ്ണമാട്ടിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. ഇത് നമ്മുടെ സർഫിംഗ് ബോർഡ്, ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഇങ്ങനെ നമുക്ക് സോവിനിയർ സ്റ്റാൻഡായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സർഫിംഗ് ബോർഡാണ് വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ തന്നെ ഹാൻഡ് പെയിൻറ്റഡ് ഉണ്ടാവും, മറ്റേ ഫയർ വെച്ചിട്ട് ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ മറ്റേ സാധാ പ്രിൻറ്റഡ് അങ്ങനെ വരുന്നത്, പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഈ താഴെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ബീച്ചിൻ്റെ തീമൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് മണ്ണ് തന്നെയാണ്. ഇതൊക്കെ മണ്ണ് തന്നെയാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്. അല്ല ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്, പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് തന്നെ കുറേ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ, പല കളറിൽ പല സൈസിൽ. ഇത് വേറൊരെണ്ണം ബ്ലൂ കളറിൽ, ഇത് റെഡ് കളറിൽ, ഇതും റെഡ് കളറിൽ പക്ഷെ ചെറുതാണ്. ഇതും ബ്ലൂവും ഗ്രീനും കളറ്. ഇത് മറ്റേ ബൂമറാങ്. നമ്മളൊരു ബൂമറാങ് വെറുതെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. 15K. അപ്പോൾ എത്രയായി? നമ്മളുടെ ചെറിയ എമൗണ്ടേ ഉള്ളൂ. 70 രൂപ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു വാങ്ങി. പിന്നെ ഇതും ക്യൂട്ട്, ചെറുതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടാണ് കാണാൻ, നല്ല ഭംഗിയാണ്. ഇതും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ഇത് ശരിക്കും ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത സാധനം. അതായത് നമ്മൾ ഫയറിൻ്റെ വെച്ചിട്ട് ക്രാഫ്റ്റ് വർക്ക്, ഇത് ഫുള്ള് നമ്മൾ തീ വെച്ചിട്ട് ഇങ്ങനെ കരിച്ച പോലത്തെയാണ്. അപ്പോൾ ഇത് ഹാൻഡ് വർക്ക് വരുന്ന സാധനം. അപ്പോൾ ഇതിന് ഇച്ചിരി കാശ് കൂടുതലാണ്. ഇതാണ് വുഡും നല്ല വുഡാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആദ്യം വാങ്ങിയത്. ഇത് ഞങ്ങൾക്ക് വീട്ടിൽ വെക്കാം, ഫ്ലാറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്. അപ്പോൾ ഇത് വാങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി. ഇതാണ് ഞങ്ങൾ ആദ്യം എല്ലാവർക്കും വാങ്ങാമെന്ന് വിചാരിച്ചത്, പക്ഷെ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഇത് രാഹുലിൻ്റെ ഇഷ്ടത്തിന് രാഹുൽ വാങ്ങിയതാണ്. അപ്പോൾ ഇതും ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. ബാലിയുടെ ആ ഒരു തീമല്ലേ, അപ്പം ഒരു വെറൈറ്റി ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട്
ഞങ്ങൾ ബാക്കി എല്ലാവർക്കും എന്നാൽ പിന്നെ ഇത് തന്നെ ഈ ഒരു സോവനിയർ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ തപ്പി, പക്ഷേ എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. ഈ ഏറ്റവും ചെറുതാണെന്ന് തോന്നുന്നു ഇത് അവിടെ കണ്ടതിലല്ലേ, അവിടെ കണ്ടതിൽ ഏറ്റവും ചെറുതായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ വാങ്ങിയത്. ആർട്ട് വർക്കിൽ അവിടെയും ഈ ഇങ്ങനത്തെ ഇല്ലായിരുന്നു, പക്ഷെ പ്രിന്റഡ് ഉണ്ടായിരുന്നു, പ്രിന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്രയും നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. ഇത് മാത്രമേ അവിടെ നിന്ന് വാങ്ങിയുള്ളൂ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. നെക്സ്റ്റ് വന്നിട്ട് ദേ പിന്നെയും ഞാനൊരു ഇത് മേടിച്ചു, നമ്മളുടെ ഡ്രീം ക്യാച്ചർ, ഔളിൻ്റെ ഒരു ഇത് വരുന്ന പോലത്തെ ഒരു ഡ്രീം ക്യാച്ചർ. ഇതും ഞാൻ കൃഷ്ണമാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാ. ഭംഗിയില്ലേ, ഒരു രസമൊക്കെ ഇല്ലേ കാണാൻ. ഇതിന് എത്രയാണെന്നറിയോ? 42K ഇന്ത്യൻ റുപ്യ, അല്ല 42K ഇന്തോനേഷ്യൻ റുപ്യ. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയും കൃഷ്ണ മാർട്ടിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് കീ ചെയിൻസാണ്. ഞാൻ വിചാരിച്ച കസിൻസിനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതെനിക്ക് തോന്നുന്നു മറ്റേ കോക്കനട്ടിൻ്റെ ആ ഒരു ബാലിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ആടുന്ന ഒരു ഡോള് കാണില്ലേ, അതിൻ്റെ പോലത്തെ ഒരു കീ ചെയിനാണ് ഇത്. ഒരിക്കലും 1 2 3 4 5 6 സെറ്റ് വരുന്ന ഒരു കീ ചെയിൻ. ഇതിന് 20K എങ്ങാണ്ടേ ഉള്ളൂ, 20K ഐഡിയ ഉള്ളൂ. 100 രൂപ. ആക്ച്വലി കൃഷ്ണമാട്ടിൽ ഭയങ്കര വില കുറവാണ്. നല്ല സാധനങ്ങളും ഉണ്ട്, ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളും ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ്, ഇത്തവണ എനിക്ക് ബീച്ചിൽ നിന്ന് ഷെൽസ് ഒന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല. ഷെൽസൊക്കെ ഭയങ്കര രസമായിരുന്നല്ലേ, കോറൽ, എന്തൊക്കെ കളറ് കോറല, ഗ്രീന്, യെല്ലോ, വൈറ്റ്, റെഡ്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കോറൽസ്, ഷെൽസ് ഒക്കെ കണ്ടു. പക്ഷെ നമുക്കിങ്ങനെ കണ്ട് ആസ്വദിക്കാനേ പറ്റുള്ളൂ, നമുക്കതൊന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണമാട്ടിലത് ഇങ്ങനത്തെ ഒരു ടിഷ്യൂ ബോക്സ് കണ്ടു. ഇത് ഞാൻ ടിഷ്യൂ ഇട്ടൊന്നും യൂസ് ചെയ്യാനൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ നമുക്ക് ഇവിടെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാമല്ലോ. ഇതിന്ന് ഫുള്ളിങ്ങനെ മണ്ണ് വീണുകൊണ്ടിരിക്കുക. ഇത് സംഭവം ഒറിജിനൽ മണ്ണാണ്. ഇതിങ്ങനെ ഇളകി വരുന്നതാണേ. ഓ, ഇതിനകത്ത് പിന്നെ എൻ്റെ കുറേ ആക്രീസാണ്. ഇത് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ടിക്കറ്റ്സ്, നമ്മളുടെ പാർക്കിംഗ് ടിക്കറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ടിക്കറ്റ് എടുക്കുമല്ലോ, അങ്ങനത്തെ ടിക്കറ്റ്സ് എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നതാ. ഇതും നമ്മൾ സോവനിയേഴ്സ് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചതാ. നമ്മളുടെ സർഫിംഗ് ബോർഡിൻ്റെ തന്നെ ചെറിയ ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഈ ചെറുതും ഉണ്ടായിരുന്നല്ലേ, ഞാൻ അതാണ് വിചാരിച്ചത്, 2 ചെറുതേ ഉള്ളൂ. എന്തേ, ഇതും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ചതാ, ഇതും ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ചതാ, ഇതും ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ചതാ. ഇപ്പൊ സർഫിംഗ് ബോർഡും ആദ്യ ചെരുപ്പ് മാഗ്നറ്റ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഓ, ഇത് ഞാൻ മറന്നിരിക്കുമായിരുന്നു. ഇതും ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒരെണ്ണം മേടിച്ച. ഓ, ഈ 2 ഫ്രിഡ്ജ് മാഗ്നറ്റ് നമ്മൾ മേടിച്ചുള്ളൂ അല്ലേ? അപ്പൊ ഓക്കെ, ക്ലോസ് ചെയ്യട്ടെ. ഇത് ഇവിടെ ഇരുന്നോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നൊരു സാധനമാണ്, അയ്യോ, ഇത് ഇയറിങ്. ഞാനൊരു ഇയറിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്നൊരു ഇയറിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ്, ബോണാണെന്ന് പറഞ്ഞല്ലേ, ഏതോ മൃഗത്തിൻ്റെ പറഞ്ഞായിരുന്നു അവർ, പശുവോ അല്ല, സോറി, ഏതോ ഒരു മൃഗത്തിൻ്റെ ബോണാണെന്നാണ് പറഞ്ഞത്. ബോണ് വെച്ചിട്ട് ആർട്ട് വർക്ക് ചെയ്ത്, നല്ല വെയിറ്റ് ഉണ്ട്. ആക്ച്വലി അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് അത്രയും വെയിറ്റ് തോന്നില്ല. പക്ഷെ ഞാൻ ഒരു കുറച്ച് നേരം ഇട്ടുകൊണ്ട് നടന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ചെവി ഇങ്ങനെ ഭയങ്കരമായിട്ട് തൂങ്ങുന്ന പോലെ തോന്നിയായിരുന്നു. പക്ഷെ ഒരു രസമുണ്ടായിരുന്നു, അത് എനിക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇങ്ങനെ ഏഞ്ചലിൻ്റെ വിങ് പോലെയൊക്കെ വരുന്ന കുറേ ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര കാശ് കൂടുതൽ. അതായത് അവർ അതിനകത്ത് ഇതൊക്കെ അവർ കൈകൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത് ഇങ്ങനെ ആക്കി എടുക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കുറച്ച് കാശ് കൂടുതലായിരുന്നു. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ട് വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കാശുണ്ടായിരുന്നു. അപ്പം ഇതും അങ്ങനെയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വൺ, ഈ 2 ബ്രേസ്ലെറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലാവാ സ്റ്റോൺ ആണ്. ഉള്ളതാണോന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ മൗണ്ട് ബാട്ടൂർ പോയപ്പോൾ, മൗണ്ട് ബാട്ടൂറിൽ നമുക്ക് ആക്റ്റീവ് വോൾക്കാനോ ഉണ്ട് അല്ലേ, ആക്റ്റീവ് വോൾക്കാനോ ഉണ്ട്. അപ്പോൾ അവിടെ പണ്ട് വോൾക്കാനോ ഇറപ്ഷൻ നടന്നപ്പോൾ
ഇപ്പോൾ കുറേ അവിടെ ഫുള്ള് ലാവ സ്റ്റോൺസും കാര്യങ്ങളുമാണ്. നമ്മൾ ലാവ ഇത് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് സങ്കട കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് മേടിപ്പിച്ചത്. കുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെ, അവർക്കറിയാം അത് അവരുടെ ടെക്നിക്സ് ആണ്. എങ്കിൽ പോലും നമ്മൾക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ നമ്മുടെ പുറകെ നടന്ന് വന്ന് ഇങ്ങനെ പറയുക, അങ്ങനെയാ ഇങ്ങനെയാ, ഒരു നേരത്തെ സ്കൂളിൻ്റെ ഫീസാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ ഓക്കെ എന്തേലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാ. അപ്പോൾ അവർ ഓരോ സ്റ്റോണിനും ഓരോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ലക്ക്, മണി, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട 2 കളർ നോക്കിയിട്ട് ഞാനൊരു ബ്ലാക്കും ഒരു ഗ്രീനും അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം ഇച്ചിരി വലുതും ബീഡ്സ് ഇച്ചിരി വലുതും ഒരെണ്ണം ഇച്ചിരി ചെറുതും. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ലാവ സ്റ്റോണിൻ്റെ 2 ബ്രേസ്ലെറ്റ്സ്. പിന്നെ ഞാൻ വാങ്ങിയത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ, ചെരുപ്പ്. നല്ല കളർഫുൾ ആയിട്ടില്ലേ, ബീച്ചിലൊക്കെ ഇട്ടുകൊണ്ട് കിടക്കാൻ നല്ലതാണ്. പക്ഷെ വെള്ളം നനയാൻ പറ്റത്തില്ല. എനിക്ക് അവിടെ എന്തോ നമ്മളുടെ ബ്ലാക്ക് ഫ്രൈഡേ ആയിരുന്നു അന്ന്. ബ്ലാക്ക് ഫ്രൈഡേയുടെ അന്ന് അവിടെ എല്ലായിടത്തും സെമിനിയാക്കിൽ മിക്ക ഷോപ്സിലും ഭയങ്കര ഓഫറൊക്കെ ആയിരുന്നു. 60 to 70% ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അത്രയും കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ നല്ല കാശായിരിക്കും, ഇൻ മില്യൺസിലൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അപ്പോൾ അല്ല, ബാക്കി ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞതാ, ഇല്ല അവിടെ എത്രയോ എല്ലാം പറയുന്ന മില്യൺ എന്നാണ് പറയണത്. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് ഞാൻ വാങ്ങിയത്, അതായത് നമ്മളുടെ ഇന്ത്യൻ റുപ്പി 500 രൂപ സംതിങ്ങേ വരത്തുള്ളൂ, 550 ആ ഒരു റേഞ്ചിൽ വരെയുള്ളൂ ഈ ചെരുപ്പ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ കളർഫുൾ, ഇങ്ങനത്തെ കളറൊന്നും ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു മോഡലിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങ് വാങ്ങി. ഇതാ ഷോപ്പിൻ്റെ പേര്. അത് വലിയ ഷോപ്പായിരുന്നു. എന്താ മിംപി മാനിസ് എന്ന് പറഞ്ഞിട്ട്, ഉലുവാട്ടൂല്, സെമിന്യാക്കല്ല, ഉലുവാട്ടൂന്ന് വാങ്ങിയതാ. ഇത് ഞാൻ ഉലുവാട്ടൂന്ന് ഇത് വാങ്ങിയതിന് ശേഷം ഫുള്ള് ഞാൻ ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്തത്. അത്യാവശ്യം കംഫർട്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം വാങ്ങിയപ്പോൾ ഫുള്ള് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. ഇനി ഒരു മിനിറ്റ് എനിക്ക് നിങ്ങൾ സമയം തന്നാൽ ഇനി രാഹുൽ വാങ്ങിയ 2 സാധനങ്ങളും കൂടി ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ വരാം. ഇവിടെ നിന്നൊന്നും പെയിൻറ്റിങ് ഇല്ലാത്തത് കാരണം രാഹുൽ അങ്ങ് ബാലിന്ന് പോയി പെയിൻറ്റിങ് വാങ്ങിക്കൊണ്ട് വന്നേക്കാം. അതും 1 അല്ല 2 എണ്ണം. ഞാൻ കുറേ ശ്രമിച്ചു പിന്തിരിപ്പിക്കാൻ, നടന്നില്ല. കുറേന്ന് വെച്ചാൽ ഞാൻ മറ്റേ കടയിൽ നിന്നൊക്കെ രാഹുൽ ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പതുക്കെ അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ആ വഴിയൊക്കെ നടന്നു പോകാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ആ ചേച്ചിയും കൊള്ളാം, രാഹുലും കൊള്ളാം, 2 പേര്. ആ ചേച്ചിക്ക് എങ്ങനെയെങ്കിലും രാഹുലിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം, രാഹുലിന് എങ്ങനെയെങ്കിലും ആ ചേച്ചിയുടെ നിന്ന് വാങ്ങണം, അങ്ങനെയായിരുന്നു. അവസാനം 2 പേരും കൂടി ബാർഗെയിൻ ചെയ്ത് ഒരെണ്ണം വാങ്ങാൻ പോയ രാഹുലിനെ കൊണ്ട് ആ ചേച്ചി 2 എണ്ണം വാങ്ങിപ്പിച്ചു. എത്ര ശ്രമിച്ചിട്ട് എനിക്കത് തടയാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് രാഹുൽ അവിടെ നിന്ന് വാങ്ങിയ പെയിൻറ്റിങ്. ഇത് ഞാൻ എങ്ങനെ കാണിച്ചു തരുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇത് വെച്ചാൽ മതിയായിരുന്നു, എവിടെയെങ്കിലും വെക്കാണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം വരുന്നത്. ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ട് വെച്ചില്ലെങ്കിൽ എങ്ങനെയാ? അയ്യോ, ഇതിങ്ങനെ മടങ്ങിപ്പോയോ, പ്രശ്നമാവോ? നല്ല പെയിന്റിന്റെ വേണം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതെന്താ വയലില് പാടത്ത് പുല്ല് നടുന്ന ചേച്ചിമാരും? ഇല്ലല്ലോ, നെല്ല്, പാടത്ത് നെല്ല് നടുന്ന ചേച്ചിമാര്. അതിൻ്റെ ഒരു പെയിന്റിങ് മേടിച്ചു. കോയി ഫിഷ്, ലക്ക് വന്നാ മതി. ലക്കൊന്നും വരണ്ട, ഫ്രെയിം ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഇതാണ് 2. ഞാനൊരു കുഞ്ഞു സാധനങ്ങൾ വാങ്ങുന്നു, രാഹുൽ വലിയ സാധനങ്ങൾ. ഒരു നിമിഷം ഞാൻ ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ വീട്ടിലൊരു പരുന്തും കൂടെ ഇരുന്നേനെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ബാലിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ. അപ്പം നിങ്ങൾക്ക് ആര് വാങ്ങിയ സാധനങ്ങളാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയും. ഞാൻ വാങ്ങിയതാണോ അതോ രാഹുൽ വാങ്ങിയതാണോ എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.